വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള ഭാഗം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡത്തിൽ നിന്നോ അതിന്റെ ഇഷ്ടത്തിൽ നിന്നോ പുരുഷന്റെ ഇഷ്ടത്തിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നോ അത്രേ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവമായ ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വല്പസമയിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗം നാളെ രാവിലെ വായിക്കേണ്ടത്. ഇന്ന് നമ്മൾ വായിച്ച് നാളത്തെ ആരാധന ആത്മാവിലും സത്യത്തിലുമാക്കുവാൻ കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച എന്ന നിലയിൽ കർത്താവിന്റെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ജനനത്തിനും വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന എല്ലാ മുടക്കുകൾക്കും പകരം കൊടുത്തതിനെ മാറ്റി ബേത്ലഹേമിൽ ജനിച്ച യേശുവിന്റെ സന്തോഷം നമ്മുടെ വീട്ടിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിലും വരുവാൻ ഇനി എന്താണ് തടസ്സമെന്ന് അന്വേഷിക്കുവാൻ ഈ നോമ്പിന്റെ നമ്മുടെ ഇന്നത്തെ 19-ാമത്തെ ദിവസത്തിൽ സ്വയപരിശോധനയ്ക്കായിട്ട് ഈ വേദഭാഗം വായിക്കുകയായിരുന്നു. ഇതിന്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ട് വായിക്കുകയുണ്ടായി. ബാക്കി 9 മുതൽ ഇന്ന് വായിക്കുകയായിരുന്നു. 9-ാം വാക്യത്തിൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. യോഹന്നാൻ ശ്ലീഹ, അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിൻ്റെ കൂടെ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിനെ കണ്ട് 10 ദിവസം കാത്തിരുന്ന് പെന്തക്കോസ്തിയുടെ അനുഭവം കൂടെ ഉണ്ടായ ശേഷം ഏകദേശം AD 90-ാം ആണ്ടിൽ പെന്തക്കോസ്തി കഴിഞ്ഞ് ഒരു 60 വർഷം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൽ എഴുതിയതായ വചനമാണിത്. ആ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ഇന്നത്തെ നിലവാരം എന്താണ്? നമ്മുടെ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായി വചനത്തിൽ എന്റെയും നിങ്ങളുടെയും നമ്മളുടെയും കാര്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്കിതിനെ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ മനുഷ്യരെയും, ആ കൂട്ടത്തിൽ എന്നെയും നമ്മളെയും ഞങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. പക്ഷെ വന്ന വെളിച്ചം നമ്മുടെ അകത്ത് കയറിയോ? ആ വന്ന വെളിച്ചത്തിൽ നമ്മൾ പ്രകാശിക്കുന്നുണ്ടോ? ഇതെല്ലാ മനുഷ്യരുടെയും അവകാശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയും സ്വർഗത്തിലെ പിതാവ് തന്ന സമ്മാനമാണ് തന്റെ പുത്രൻ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് ആ വെളിച്ചം കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അതൊരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ യേശു ജീവപ്രകാശമായിരുന്നുവെങ്കിലും ഈ പ്രകാശത്തിന് സാക്ഷ്യം പറയേണ്ട ആവശ്യം കൂടെ വന്നു. അതിന്റെ കാരണം എന്താണ്? പ്രകാശത്തിനെ സാക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ട്? എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ കണ്ണുള്ളവർക്കെല്ലാം തന്നെ അവിടെ ഒരു വിളക്കുണ്ടെന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുള്ളതാണ് പ്രകാശം. ഇത്ര വേഗത്തിൽ നേരരേഖയിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രകാശം ചെല്ലുന്നിടത്തെല്ലാം ആ പ്രകാശത്തെ കാണാനും കണ്ണുള്ളവർക്ക് സാധിക്കും. പക്ഷെ ഈ ജീവപ്രകാശമായ യേശുവിനെ സാക്ഷിക്കേണ്ട ഒരു കാര്യം വന്നതിൻ്റെ കാര്യമല്ല. ഇതാണ് ആ പ്രകാശം, ഇതാണ് ആ ജീവൻ എന്ന് പറയാൻ വേറെ ആളുടെ ആവശ്യം കൂടെ വന്നതിൻ്റെ കാര്യം എന്താണ്?
അപ്പോൾ ഈ പ്രകാശത്തെ മറയ്ക്കുന്ന അന്ധകാരം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ അന്ധകാരത്തിനിടയിൽ ഈ പ്രകാശത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗതികേട് ഈ ലോകത്തിനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. നമ്മൾ ആ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പ്രകാശം മുടക്കിയിൽ നമുക്ക് എത്രയുണ്ടെന്ന് നോക്കി അതിന് പകരം കൊടുത്തെങ്കിൽ ഈ പ്രകാശം നമ്മുടേതാവുള്ളൂ. അത് ആ സ്വയപരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വന്ന പ്രകാശം നമ്മുടെ അകത്ത് കയറിയോ? ആ പ്രകാശത്തിൽ നമുക്ക് ജീവൻ കിട്ടിയോ? ആ ജീവപ്രകാശത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സ്വയപരിശോധന. അത് എത്ര ശതമാനമായി കാണും? പ്രകാശം മുടക്കി എത്ര നമ്മുടെ ജീവിതത്തിലുണ്ട്? ഈ പ്രകാശത്തെ സാക്ഷിക്കുന്ന ആൾ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ വഴിവെട്ടിയിട്ടുണ്ടോ? പ്രവാചകന്മാർ വെട്ടിയ വഴിയിലൂടെയാണ് യോഹന്നാൻ സ്നാപകൻ വഴിവെട്ടി തീർത്തത്. ആ വഴിയിലൂടെ യേശു നടന്നപ്പോൾ അവൻ തന്നെയാണ് ഇവൻ, ഞാൻ മുമ്പ് പറഞ്ഞയാൾ ഇത് അയാളാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. പുറമേ കണ്ടാൽ യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത ആള്, അത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ജീവപ്രകാശവും രക്ഷകനും ദൈവവും ഒക്കെ ആണെന്നുള്ള കാര്യം അതറിഞ്ഞ ആളുകളുടെ സാക്ഷിക്കുകയും കൂടെ ചെയ്താലേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയ്ക്ക് അന്ധകാരം പിടിച്ചതായി ലോകത്തിൽ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അന്ധകാരവുമായി വലിയ പോരാട്ടം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ക്രിസ്മസിനെ വിളക്ക് കത്തിച്ചു വെക്കുന്നത്. ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് ഈ പ്രകാശത്തിൻ്റെ പ്രകടനങ്ങൾ വരുന്നത് ഈ യേശുവിനെ തിരിച്ചറിയാനൊരു പ്രകാശം നമുക്ക് വേണം. അത് ആ ആളിനെ തിരിച്ചറിഞ്ഞ ആളിൻ്റെ സാക്ഷ്യത്തിൽ കൂടെ തിരിച്ചറിയാനൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇതാണ് അവൻ എന്നുള്ള കാര്യം. ആ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം നമുക്ക് യേശുവിൻ്റെ പ്രകാശത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ടോ? അത് നമ്മൾ പരിശോധിച്ചറിയേണ്ട കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 18 വരെയുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ സാക്ഷ്യം, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ, യോഹന്നാൻ മാംദാനായുടെ അല്ലെങ്കിൽ സ്നാപകന്റെ സാക്ഷ്യം കേട്ടിട്ട് ഈ ജീവപ്രകാശമായ യേശുവിൻ്റെ അടുത്ത് നിന്ന് ജീവൻ പ്രാപിച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ സജീവമായി അവൻ നല്ലവണ്ണം അറിഞ്ഞ ശേഷം പെന്തിക്കോസ്തിയിൽ ആത്മാവിൽ നിറഞ്ഞ് ഒരു 60 കൊല്ലം കൂടെ കഴിഞ്ഞ് എഴുതി വയ്ക്കുകയാണ്. ഈ യോഹന്നാൻ എഴുതുന്നയാളും അത് വായിക്കുന്നവർക്കുണ്ടായിരുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവം ഉണ്ടോ? ഈ ജീവപ്രകാശമായ യേശുവിൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്നതായി കൃപമേൽ കൃപ? അവർക്കത് ലഭിച്ചു. ഈ എഴുതിയ യോഹന്നാനും അത് വായിച്ച ദൈവമക്കൾക്കും അത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2015 ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നോയമ്പെടുക്കുന്ന നമ്മൾ 19-ാം ദിവസത്തിലെത്തിയിരിക്കുമ്പോൾ ഈ അനുഭവം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചോ? അതെത്ര ശതമാനം? കൃപാമുടക്കികൾ എത്രയുണ്ടെന്ന് നോക്കണ്ടേ? അപ്പോൾ കൃപാമുടക്കികൾക്കും പ്രകാശം മുടക്കികൾക്കും ജീവൻ മുടക്കികൾക്കും പകരം കൊടുത്തെങ്കിലേ സമൃദ്ധിയായ ജീവൻ ലഭിച്ച് ഈ പ്രകാശത്തിൽ നമുക്കും ആനന്ദിച്ച് സമൃദ്ധിയായ ജീവനിൽ അവൻ്റെ തലയോട് ചേർന്ന് ഉടലാകാൻ സാധിക്കുകയുള്ളൂ. ആ മുടക്കികൾക്ക് പകരം ചോദിക്കാൻ വേണ്ടി നമ്മൾ സ്വർഗ്ഗകോടതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ കുർബാന ഈ മുടക്കികൾക്ക് പകരം വാങ്ങിച്ചുകൊണ്ട് അതിനെ ദൂരീകരിച്ചിട്ട് ഈ യോഹന്നാനുണ്ടായ അനുഭവം, യോഹന്നാൻ സ്നാപനം ലഭിച്ചതായ ഉൾക്കാഴ്ചകൾ നമ്മുടേതാക്കിക്കൊണ്ട് ഈ ക്രിസ്തുമസ് നമ്മുടേതാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പാപവചന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിക്കൊണ്ടായിക്കട്ടെ. ആമീൻ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, കർത്താവിന് ജനനപ്പെരുന്നാളിന് മുമ്പുള്ള നാളത്തെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കുള്ള ഒരുക്ക ധ്യാനം ഇന്ന് നടക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച അത് ആരംഭിച്ചതാണ്. ഇതൊക്കെയും ജനനപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചതായ കൃപകൾ നമുക്കും ആസ്വദിക്കുവാൻ, അങ്ങനെ ജനനപ്പെരുന്നാൾ നമ്മളുടെ ഉള്ളിലെ യേശുവിനെ വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചു എന്ന് പരിശോധിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിശുദ്ധ വേദഭാഗം ഇന്ന് വായിച്ചപ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെ വായിച്ചപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ആത്മീയ നിലവാരം അളക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വയപരിശോധന സഹായിത 1-2 ചോദ്യങ്ങളിലൂടെ വരുന്നു. ഇത് പലതരത്തിൽ പ്രത്യക്ഷമായ പരോക്ഷമായ പല വിധത്തിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്.
എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിങ്ങനെയാണ് ഇന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ സ്വയപരിശോധനയ്ക്ക് നമ്മൾ ചോദിച്ച കാര്യം 9-ാം വാക്യത്തിൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. പക്ഷേ ആ വരികയായിരുന്ന സത്യവെളിച്ചം നമ്മളെ പ്രകാശിപ്പിച്ചോ? എപ്പോഴാണ് നമ്മുടെ മേൽ കർത്താവ് പ്രകാശിക്കുന്നതെന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലൂസ് തിരിച്ചറിഞ്ഞ ശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലൂസിന് തൻ്റെ പരീക്ഷഭക്തിയിൽ ഈ യേശുക്രിസ്തുവിനെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. നസ്രയത്തിലെ ഒരു തച്ചൻ, ഒരാശാരി, ഒരു കള്ളപ്രവാചകൻ എന്നൊക്കെ മാത്രമേ തോന്നിയുള്ളൂ. ഈ കർത്താവിൽ ഒരു കൃപയും കണ്ടില്ല, ഒരു പ്രകാശവും കണ്ടില്ല. അത് തൻ്റെ പരീക്ഷഭക്തി കൊണ്ട് അന്ധമായി പോയ കണ്ണുകൊണ്ടാണ് ഈ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. എപ്പോഴാണ് ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലൂസ് അനുഭവിച്ചറിഞ്ഞ ശേഷം എഫേസ്യ ലേഖനത്തിൽക്കാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ശാസിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ മേൽ പ്രകാശിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ താലോലിക്കുമ്പോൾ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളുമായി കൂട്ടുകൂടുമ്പോൾ അവ നമുക്ക് യേശുവിനെ കാണാനുള്ളത് നമ്മുടെ കഴിവാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. ആ കാര്യം കർത്താവ് പല വിധത്തിൽ നമുക്ക് ബോധ്യമാക്കിയിട്ടുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളെ യേശുവിൻ്റെ പ്രകാശത്തെയും ദിവ്യത്വത്തെയും കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പരീക്ഷഭക്തിയുടെ പുറകിൽ ദുഷിച്ച പാരമ്പര്യങ്ങളുണ്ടെന്നാണ് പറയും. നമ്മളുടെ അമ്മ വഴി, അപ്പം വഴിയുള്ളതായ, മാതാപിതാക്കൾ വഴിയുള്ളതായ ദുഷിച്ച പാരമ്പര്യങ്ങൾ നമ്മുടെ കണ്ണിനെ അന്ധമാക്കി കളയും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 3-ാം വാക്യത്തിൽ അവനവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പോൾ പാരമ്പര്യത്തിൻ്റെ ദുഷ്പ്രവണതകൾ കൊണ്ട്, അതിൻ്റെ സ്വാധീനത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളുടെയും ശരിയായ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മൾ വചനത്തിൻ്റെ ശക്തിയെ നിർവീര്യമാക്കുന്നവരാകും, ശക്തിയെ കെടുത്തുന്നവരാകുമെന്നാണ് പിന്നെ താഴോട്ട് വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് എത്രയുണ്ട്? 6-ാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്താൽ നിങ്ങൾ ദൈവവചനം ദുർബലമാക്കിയിരിക്കുന്നു, നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്ന് വേറൊരു പരിഭാഷയുണ്ട്. അപ്പം ദുർബലമാക്കുകയും നിഷ്ഫലമാക്കുകയും ചെയ്യുന്ന വചനങ്ങൾ നമ്മുടെ പാരമ്പര്യ ദോഷമാണെന്നതായിരിക്കും. നമുക്ക് ദുഷിച്ച ചില പാരമ്പര്യങ്ങളുണ്ട്. വ്യർത്ഥമായ പിതൃപാരമ്പര്യം എന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം ഇതുവരെയും നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറാത്തത് കൊണ്ടാണ് ഈ വചനത്തിൽ യേശുവിനെ കാണാൻ കഴിയാത്തത്. വചനം ദൈവമാണെന്നോ, ആ വചനം എൻ്റെ ജീവിത പങ്കാളിയായ പിതാവ് സമ്മാനിച്ച എൻ്റെ രക്ഷകനാണെന്നോ, എൻ്റെ കർത്താവാണെന്നോ, എൻ്റെ ഭർത്താവാണെന്നൊന്നും തിരിച്ചറിയാത്തത് ദുഷിച്ച പാരമ്പര്യങ്ങളുടെ സ്വാധീനം ഇപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നു. അതെത്ര ശതമാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കുറച്ച് കാലമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അത് എങ്ങനെയെന്നുള്ളത് മുകളിൽ പറയുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് താല്പര്യമായ രീതിയിൽ മാത്രം വചനങ്ങളെ കൂട്ടിമാട്ടുക, നമുക്ക് ഇഷ്ടമുള്ള വചനം മാത്രം വായിക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത വചനം തള്ളിക്കളയുക, നമുക്ക് ഇഷ്ടമുള്ള വചനത്തിൻ്റെ മുറിവാക്യം മാത്രം എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ വചനം ഓരോരുത്തർ കൈകാര്യം ചെയ്ത് പല സഭകളും പല പ്രസ്ഥാനങ്ങളും സമൂഹങ്ങളും ഒക്കെ ഉണ്ടായി തമ്മിത്തല്ലും അടിയുമായി ഇന്ന് ഈ ക്രിസ്തീയ സമൂഹം സാക്ഷിത്വമില്ലാതെ മത്സരമായി ആഭിചാരദോഷമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഈ ക്രിസ്ത്യാനികൾ ഉള്ളവരെല്ലാം കൂടെ കൂടിയാൽ 2.5%, 3% ഉള്ളൂ. എന്നാൽ AD 52 തൊട്ട് സുവിശേഷ വേല തുടങ്ങിയതുമാണ്. ബ്രിട്ടീഷുകാർ നോക്കി, പോർട്ടീസുകാർ നോക്കി, പലരും നോക്കി, സുപ്രസിദ്ധരായ പ്രാസംഗികർ വന്ന് ലക്ഷക്കണക്കിന് പേരെ കൂട്ടിവരുത്തി പ്രസംഗിച്ചു. അവസ്ഥ ഇതാണ്. 2-3 അങ്ങോട്ട് കൂടുന്നില്ല. ഉള്ളവർ ഒഴിയുകയാണ്, ഉള്ളവർ കുറയുകയാണ്, അനേകരെ തട്ടിയെടുക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ ക്രിസ്ത്യാനികളായവർ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാകണമെന്ന് പറയുന്ന ഭരണകൂടവും അങ്ങനെയുള്ള അധികാരികളും ശക്തികളും ചിന്താഗതികളും വാദപ്രതിവാദങ്ങളും നടക്കുന്ന കാലയളവിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്ക് യേശുവിനെ കാണേണ്ട പോലെ കാണാൻ കഴിയാതെ ആ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന ദുഷിച്ച പാരമ്പര്യം എത്ര ശതമാനമുണ്ട്? നമ്മുടെ സ്വയപരിശോധനാ ശാഖയിൽ എൻ്റെ പൂർവ്വശാപം എത്രയുണ്ട്, സർവ്വമുടക്കികൾ എത്രയുണ്ട്? എനിക്ക് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ പല വിധത്തിൽ തിരിച്ചും മറിച്ചും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതുവല്ലവും നമ്മൾ കേട്ടിട്ട് നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം?
അപ്പോൾ ദുഷിച്ച പാരമ്പര്യങ്ങളെയും ജഡത്തിന്റെ പ്രവൃത്തികളെയും അന്ധകാര പ്രവൃത്തികളെയും ശാസിച്ചാൽ മാത്രമേ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുമെന്ന് എഫേസ് ലേഖനത്തിലെ എത്രാം അധ്യായത്തിലാണെന്നറിയാവോ? 5:11 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കണം. അപ്പോഴെന്ത് സംഭവിക്കും? ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുന്ന അനുഭവത്തിന്റെ തടസ്സം എന്നാ? ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുകയല്ല, അതിനെ താലോലിക്കുക, അതിനെ ഓമനിക്കുക, അതിനെ കൊണ്ടു നടക്കുക. അതിനുവേണ്ടി നമ്മൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഭക്തിയെ കപടഭക്തിയാക്കി പരീക്ഷ ഭക്തിയാക്കി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഈ യേശുവിനെ കാണേണ്ട പോലെ കാണാൻ കഴിയാത്തെന്നുള്ള ഒരു കാര്യം. ഇതാ യോഹന്നാൻ സ്നാപകനും യോഹന്നാൻ ശ്ലീഹായും നമ്മളോട് സാക്ഷിക്കുന്നു. വെളിച്ചത്തിന് സാക്ഷ്യം പറവാൻ യോഹന്നാൻ സ്നാപകൻ വന്നു. പക്ഷെ ആ സാക്ഷ്യം കേട്ടിട്ട് യേശുവിന്റെ പിന്നാലെ വന്നിട്ട് 100% ഈ യേശുവിന്റെ വെളിച്ചവും യേശുവിന്റെ സ്നേഹവും ആസ്വദിക്കാൻ കഴിഞ്ഞത് യോഹന്നാൻ ശ്ലീഹായാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹായ യേശുവിന്റെ ശിഷ്യനായി മാറി. കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ ചുവടുവരെയും അനുഗമിച്ചു. പെന്തിക്കോസ്ത് പെരുന്നാൾ കാത്തിരുന്നു. ആത്മനിറവിൽ അനേക ആയിരങ്ങൾക്ക് യേശുവിനെ സാക്ഷിച്ചു. ഗ്രീക്ക് തത്വജ്ഞാനികളെ പോലും നേടത്തക്ക തരത്തിൽ ഗ്രീക്ക് തത്വജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ ശ്ലീഹായുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ലോഗോസ് എന്ന് പറയുന്ന ആ തത്വം, അത് ഗ്രീക്ക് തത്വജ്ഞാനികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ലോഗോസ്, അല്ലെങ്കിൽ വചനം എന്നുള്ള വാക്ക്. അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം യോഹന്നാൻ സ്നാപകന് മാത്രം കിട്ടിയ പല അനുഭവങ്ങളുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും വെളിപ്പാടിലുമായി എഴുതി വെച്ചിരിക്കുന്നു. മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും കിട്ടാത്തതും യേശുവിന്റെ മാറിച്ചാരി ആയി ആ യേശുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതുമായ ഒത്തിരി അനുഭവങ്ങൾ യോഹന്നാന് മാത്രമുണ്ട്. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും ഇതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഈ യേശുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിച്ചത് എത്ര ശതമാനം, ഇരുട്ടിന്റെ പ്രവൃത്തികളെ താലോലിച്ചത് എത്ര, അതിന്റെ കൂടെ എത്ര തിന്മയുടെ ശക്തികൾ ഇന്ന് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. കാണേണ്ടത് കാണാൻ കഴിയാതെ, കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയാതെ, കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും കാണാത്തതും കേൾക്കാത്ത വശങ്ങൾ തിരിച്ചറിയാനുള്ള വിവേചനമില്ലാതെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നമ്മുടെ നോയമ്പിന് ശേഷിക്കുന്ന ഏതാനും ദിവസങ്ങളുണ്ട്. അത് ഉപകരിക്കട്ടെ. 24-ാം തീയതി ഇവിടെ വരുന്ന ആ സന്തോഷ് ബ്രദർ തനിക്ക് കിട്ടിയതായ അവസരങ്ങൾ മുഴുവനും, കിട്ടിയ സമയം മുഴുവനും വചനം പഠിക്കുവാനും യേശുവിനെ കാണാനും യേശുവിനെ കാണിച്ചു കൊടുക്കാനും പ്രാർത്ഥിക്കുവാനും ചെലവഴിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബജീവൻ നയിക്കുന്ന ചെറുപ്പക്കാരൻ 100% പ്രാണനും യേശുവിലാക്കി, യേശുവിനെ 100% ഉള്ളിൽ വളർത്തി, അങ്ങനെ ആ കർത്താവിൽ ആനന്ദിച്ച സന്തോഷം എന്നുള്ള തൻ്റെ പേരെ അന്വർത്ഥമാക്കിയിരിക്കുന്നു. താൻ കർത്താവിലെന്നും സന്തോഷിക്കുന്നയാളാണ്. എനിക്ക് ഒരു സന്തോഷം വേണ്ട, ആരുടെയും സന്തോഷം വേണ്ട, ആരെയും വിളിക്കാനുമില്ല, ആരും പറയുന്നത് കേൾക്കാനില്ല. അത് മുഴുവൻ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവാത്മാവ് പറയും, നിന്റെ ഫോൺ ഓൺ ചെയ്ത് ഇന്ന ആളിനെ ഒന്ന് വിളിച്ച് ഇന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഇവിടെ സന്ദേശം കിട്ടും. അദ്ദേഹത്തിന്റെ ഫോണിൽ പ്രാർത്ഥനയ്ക്കിടയിൽ പറഞ്ഞത്, സങ്കേത ഭവനത്തിൽ യേശു കുഞ്ഞ് വളരുന്ന ഒത്തിരി പേരുണ്ട്, അവിടുത്തെ യേശു കുഞ്ഞ് നീ ഒന്ന് പോയി കാണും, അവരെ ഒന്ന് വളർത്ത് എന്ന് പറഞ്ഞതനുസരിച്ച് 24-ാം തീയതി തപ്പിപ്പിടിച്ച് വരിക ഒരാൾ. അങ്ങനെ നമ്മളെ തേടി യേശു വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? അത് നമുക്കൊരു അഭിമാനമാണ്. ബേത്ലഹേമിൽ യേശു കുഞ്ഞിനെ കാണാൻ മാതാവിന്റെ യോസേഫിന്റെ അടുത്ത് വിദ്വാൻമാരും അവരെ അന്നുണ്ടായിരുന്ന ആ ആട്ടിടയിലൊക്കെ വന്നപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമുക്കും കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുട്ടിനെ ശാസിച്ചിട്ട് യേശുവിനെ വളർത്തുന്നവരും യേശുവിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നവരുമാകുന്ന അനുഭവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അതിന് സർവ്വമുടക്കികൾക്ക് പകരം കിട്ടിയിട്ടുണ്ട്. ആ പകരത്തിലേക്ക് ഇതിനെ തിരിച്ചുവിട്ടിട്ടുണ്ടോ? ഈ പകരത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിലും ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിലും പിന്നെ ഒരു സുവിശേഷം കൂടെ ഉണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന് സുവിശേഷം, ലൂക്കോ, ഈ 3 പുസ്തകങ്ങളിലും ഈ 3 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ലഗ്യോൻ ബാധിച്ചവന്റെ സൗഖ്യം. അങ്ങനെ മർക്കോസ് 5-ലും മത്തായി 8-ലും ലൂക്കോസ് 8-ലും വായിച്ച ഈ 3 വേദഭാഗവും ഒരേ സംഭവമാണ് വിവരിക്കുന്നെങ്കിലും ഇവർ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും എഴുതിയിട്ടില്ല. പറഞ്ഞ ഒരു സംഭവമാണെങ്കിൽ അതിൽ ശ്രദ്ധിച്ച് വായിക്കാമെങ്കിൽ കാണാവുന്ന ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് ഭൂതങ്ങൾ കയറിയപ്പോഴാണ് ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ
നഗ്നനായി, ബോധമില്ലാതെ, ക്രൂരനായി, ദുഷ്ടനായി, നാട്ടുകാരെ മുഴുവൻ പറപ്പിച്ചുകൊണ്ട് ഓടി നടന്ന് ശവക്കൂട്ടയിൽ പോയി കിടന്നത്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം, അവൻ വസ്ത്രം ധരിച്ചു, സുബോധം പ്രാപിച്ചു, അവൻ യേശുവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് തോന്നി, യേശുവിൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്നും പോകണമെന്നും തോന്നി. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങൾ. ഒരു സത്യക്രിസ്ത്യാനിക്ക് വേണ്ടി എല്ലാ ലക്ഷണങ്ങളും. ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഭൂതം ഉള്ളപ്പോൾ തന്നെ ഭൂതത്തിൻ്റെ കൂടെ തന്നെ അവനെ തിരിച്ചറിഞ്ഞു. അത് ഭൂതം പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ രക്ഷകനാണ്, ഇവൻ എൻ്റെ പ്രിയനാണ്, എൻ്റെ കർത്താവാണ്, ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് പൂർണ്ണ സുബോധം പ്രാപിച്ച് നല്ല വസ്ത്രം ധരിച്ച് വലിയ അടക്കത്തോടും ഒതുക്കത്തോടും കൂടെ കർത്താവിൻ്റെ പാദത്തിൽ നിന്ന് വചനം കേട്ടു. കർത്താവ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും കൂടെ വരിക. കർത്താവിന് വലിയ സന്തോഷമായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്, പക്ഷേ എനിക്കിനി ഇവിടെ സ്ഥാനമില്ല. എന്താ കാരണം? ആ ദേശത്തിൻ്റെ പ്രത്യേകതയാണ് ഈ 3 വേദഭാഗങ്ങളും വിവരിക്കുന്നത്. എന്താണെന്നറിയാവോ? ഈ യേശുവിൻ്റെ ആ ദേശത്തേക്കുള്ള വരവിൽ ആ ദേശത്തുണ്ടായിരുന്ന ഭൂതങ്ങൾ മുഴുവൻ ഇളകി, ആ ദേശത്തുള്ള ജനങ്ങളും ഇളകി. ഈ ഭൂതങ്ങളെല്ലാം കൂടി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഭൂതങ്ങൾക്കും പ്രാർത്ഥനയുണ്ട്. ഭൂതങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതറിഞ്ഞിരിക്കണം. ഭൂതങ്ങൾ 3 കൂട്ടം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതായി 3 വേദഭാഗം വായിച്ച് ചേർത്ത് വെച്ച് പഠിച്ചാൽ കാണും. ഭൂതങ്ങൾ ഈ കർത്താവിനോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ദയവ് ചെയ്ത് ഞങ്ങൾ ഈ ദേശത്ത് നിന്നും വിടരുത്. ഞങ്ങൾക്ക് ഈ ദേശത്ത് നല്ല സുഖമാണ്. ഈ ഭൂതങ്ങൾക്ക് ഈ ദേശത്ത് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും രസകരമായി സുഖകരമായി ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമുള്ള ഒരു സ്ഥലമാണ് ഈ ഗദരദേശം. ദയവ് ചെയ്ത് ഞങ്ങളെ ഇവിടുന്ന് വിടരുത്. ഈ ദേശത്തിലേക്ക് കൂടുതൽ എനിക്ക് താമസിക്കാൻ സ്ഥലമുള്ള ഈ ആടുകളില്ല. എന്നാൽ ഇതിനോട് ചേർന്ന പല ഇവിടെ തന്നെയുണ്ട്, ഈ ദേശത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ആളിൽ നിന്ന് എന്നെ ഇറക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ വേറെ പല ഇവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വേണേൽ കയറിക്കോളാം, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ. ഇല്ല, ഇവിടുന്ന് വിട്ടേന്ന് മതിയാകുമെന്ന് നിർബന്ധമാണെങ്കിൽ ഭൂതങ്ങളുടെ അടുത്തോട്ട് ഏതാ പാതാളത്തിലോട്ട് വിടല്ലേ. അപ്പം ഇവിടുന്ന് വിടരുത്, പാതാളത്തിൽ വിടരുത്. അവിടുന്നും പിന്നെ എന്നെ ഇവിടുന്ന് വിടാൻ നിർബന്ധമാണെങ്കിൽ ആ പന്നിക്കകത്ത് കയറി ഞാൻ ഈ വെള്ളത്തിലോട്ടും പോകോളാം. വെള്ളത്തിനകത്ത് പോയാലുള്ള ഗുണം എന്നാണെന്നറിയാവോ? ഈ ഭൂമിയിലുള്ളതിനേക്കാൾ ജീവികൾ അവിടെയുണ്ട്. ഭൂമിയിലുള്ളതിനേക്കാൾ വലിയ ജീവികളുണ്ട്, ഒത്തിരി ജീവികളുണ്ട്. നല്ല സുഖം അവിടെ താമസിക്കാൻ. അപ്പോൾ ഭൂമിയിൽ തന്നെ വിട്ടാൽ, ഈ ദേശത്ത് നിന്ന് വിട്ടാൽ, ഇവനിൽ തന്നെ വിട്ടാൽ എനിക്ക് വെള്ളത്തിലെങ്കിലും ജീവിക്കാമല്ലോ, അങ്ങോട്ട് തന്നെ വിടാവേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വ്യത്യാസം എല്ലാം അവന്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിന്, കർത്താവ് കേൾക്കാത്തതിൻ്റെ കാര്യം തന്നെ. എല്ലാ ഭൂതങ്ങളും ഇങ്ങനത്തെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഏതാ? എന്നെ ഇവിടുന്ന് വിടല്ല്, എന്നെ പാതാളത്തെ വിടല്ല്, എന്നെ വിടുകയാണെങ്കിൽ ചിലരെ അങ്ങോട്ട് കയറിക്കോട്ടെ. അത് സംഭവിച്ചെങ്കിലേ നമ്മുടെ സ്വഭാവം, അപ്പം സ്വഭാവം മാറാത്ത ഭർത്താക്കന്മാര്, സ്വഭാവം മാറാത്ത ഭാര്യമാര്, മക്കള്, അമ്മായിയമ്മമാര്, മരുമക്കള്, ഇവരെക്കുറിച്ച് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നാളായിട്ട് ഒരു ഗുണവുമില്ല. പലരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടും ഗുണമില്ല. വീട്ടിൽ കൊണ്ടുവന്നേ ബഹളം കൂടുക. ഇനി വീട്ടിൽ കയറുന്ന ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞോ, വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണമില്ല, ബഹളം കൂടുക. അതുകൊണ്ട് ഇനി മേലെ അങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. SMS അല്ല വിട്ടിരിക്കും, നേരിട്ട് പറയാൻ നിർത്തിയില്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ, ചിലയിടത്ത് ചെല്ലുമ്പോൾ ഈ പിശാചിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് തിരിച്ചുവിടാനും പകരം വാങ്ങിച്ചു വിടാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പ്രശ്നം മൂക്കാനാണ് സാധ്യതയായ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയ്ക്ക് വിലയുള്ള, ഇത്രയ്ക്ക് ചെലവുള്ളതുമാണ് ഈ മാനസാന്തരവും ഈ രൂപാന്തരവും ഈ ക്രിസ്ത്യാനിത്വവും ക്രിസ്ത്യ ശിഷ്യത്വം എന്നൊക്കെ പറയുന്ന കാര്യം. ഇത്ര ആഴമായി നമ്മളതിനെ ചിന്തിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ 3 പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന മാത്രമേ ദൈവം, പിശാചിൻ്റെ 3 പ്രാർത്ഥനയിൽ 2 തട്ടിക്കളഞ്ഞു. ഒരു പ്രാർത്ഥന കേട്ടു, പന്നിയെ കൊടുത്തു, പന്നിയെ കയറിപ്പോയി. ആ ദേശക്കാരിൽ ഈ പിശാചുക്കൾക്ക് ഒത്തിരി സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ആ ദേശക്കാരുടെ പ്രതികരണം. ഇവൻ സുഖപ്പെട്ടത് അവർക്കൊരു വിഷയമേ അല്ല. 2000 പന്നി പോയതാണ് അവർക്ക് ഭയങ്കര നഷ്ടം. ഇവനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ പോലുക. ഇനിയും പല അത്ഭുതങ്ങൾ നടന്നാൽ ഇനിയും വേറെ പല ജീവികൾ അവിടെയുണ്ട്, അത് അവർക്ക് ലാഭമുള്ളതാക്കുന്ന. അതുകൊണ്ട് ഇവന് ഈ പരിപാടി വേണ്ടാമെന്ന് യേശുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അത് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ സുഖപ്പെട്ടവനോട് പറയാ, നീ എൻ്റെ പാദത്തിലിരിക്കുന്നു, സുബോധം പ്രാപിച്ചു, സത്യക്രിസ്ത്യാനിയായി,
സുത്തമ ശിഷ്യനായി എന്നോടുള്ള സ്നേഹം നിനക്ക് വളരെ അധികമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോകാം. നീ ആദ്യമായി നിന്നെ വേണ്ടാതിരുന്ന വീട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ഇവനെ കൊണ്ട് വെറുതെ മുട്ടിയത് വീട്ടുകാരാണ് ഏറ്റവും അധികം. അപ്പം നമ്മുടെ ഭൂതങ്ങൾ മുഖാന്തരം നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തുമാത്രം വെറുതെ മുട്ടിയിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ല. ഇവന്റെ ആ ഭൂതവാദ മുഖാന്തരം ഭാര്യയും മക്കളും വീട്ടുകാരും നാട്ടുകാരും അയലക്കാരും മുഴുവൻ വെറുത്തവന്. അവന് പിന്നെ അഭയസ്ഥാനം ശവക്കോട്ടയാണ്. ശവക്കോട്ടയെ മാത്രമേ ഉള്ളൂ ശല്യമില്ലാതെ. ശവക്കോട്ടയിൽ പോയി കിടക്കുക, അവിടെ ശല്യമില്ല. അപ്പൊ അങ്ങനെ ശവക്കോട്ടെ അഭയസ്ഥാനമായി തീർന്ന ഈ മനുഷ്യന്റെ നാട്ടുകാര് അവനെ അത്യധികം വെറുത്തരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആദ്യമായി നീ പോയി നിന്നെ ഏറ്റവും അധികമായി വെറുത്ത് തള്ളിക്കളഞ്ഞത് അതിന്റെ വീട്ടിൽ പോയി നിന്നെ അവരൊന്ന് ആശ്വസിക്കട്ടെ. നീ മാനസാന്തരപ്പെട്ട കാര്യം, നിനക്ക് സൗഖ്യം കിട്ടിയ കാര്യം, നിനക്ക് സുബോധം കിട്ടിയ കാര്യം നിന്റെ വീട്ടുകാർ വേണം ആദ്യം അറിയാൻ. അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് നീ വീട്ടിലേക്ക് പോയിട്ട് വരാൻ പറഞ്ഞു. അവന് വീട്ടിൽ പോയി നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഇളകി. ഇവന്റെ സൗഖ്യം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. സാക്ഷ്യം കേട്ടപ്പോൾ അവന് നല്ലൊരു സന്തോഷം. യേശുവിനെ എനിക്ക് കിട്ടി. യേശുവിനെ കിട്ടി കഴിയുമ്പോൾ ഇപ്പം എല്ലാവർക്കും തന്നെ വേണം. ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നു. അവരെല്ലാം അവനെ നല്ലവണ്ണം സൽക്കരിച്ച് വലിയ ബഹുമാന ആദരവുകളോടുകൂടെ അവനെ സ്വീകരിച്ച് അവൻ്റെ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടായി. ഇത് കഴിഞ്ഞ ഉടനെ അവൻ തിരിച്ച് കർത്താവിൻ്റെ അടുത്ത് പോകേണ്ടതായിരുന്നു, റിപ്പോർട്ട് കൊടുക്കാൻ. കർത്താവ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ മാത്രമല്ല, അയൽവക്കത്തൊക്കെ നല്ല സ്വീകരണമായിരുന്നു. വേറെ അനേക സ്ഥലങ്ങളിൽ നിന്ന് ക്ഷണം വരുന്നുണ്ട് സാക്ഷ്യം പറയാൻ. കർത്താവിൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിക്കേണ്ടതായിരുന്നു. ഇവനിങ്ങനെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഒരു വിരളി അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ മാപ്പ് നോക്കിയാൽ ദെക്കപ്പൊലി ദേശത്ത് മുഴുവനും പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറയും. ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്ത്യ രാജ്യം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രദേശം, വലിയ രാജ്യമാണ് ദെക്കപ്പൊലി ദേശം. ആ യോർദാന്റെ അക്കരെ വളരെ വിസ്തൃതമായ അനേക പട്ടണങ്ങളുള്ള ഒരു വലിയ വിസ്തൃതമായ സ്ഥലമാണ് ദെക്കപ്പൊലി എന്ന സ്ഥലം. ആ ദെക്കപ്പൊലി ദേശത്ത് മുഴുവൻ പോയി ഇവൻ അങ്ങ് സാക്ഷ്യം പറഞ്ഞ് ചെല്ലുന്നതെല്ലാം സ്വീകരണം, നല്ല സമ്മാനങ്ങൾ. അവന് ധനവും മാനവും ജീവനും എല്ലാം ധാരാളമായി കിട്ടി. ധാരാളം പ്രോഗ്രാമിന് കിട്ടി. വ്യാപാരത്തിന്റെ വെറുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ അവന്റെ സാക്ഷ്യത്തോട് സാക്ഷ്യം, പ്രസംഗത്തോട് പ്രസംഗം. യേശുവിൻ്റെ അടുത്ത് പോകുന്ന കാര്യങ്ങൾ അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഒരു അപകടം പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ വിട്ടവന്റെ അടുത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മടങ്ങി പോയാലേ ഈ ഭരണത്തിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ്. നല്ല രസമാണ്. കർത്താവിൽ നിന്ന് സൗഖ്യമോ സുഖമോ അല്ലെ രക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വലിയ രസമാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, അവൻ പറഞ്ഞെടുത്ത് മാത്രം പോയിട്ട് തിരികെ അവൻ്റെ അടുത്ത് തന്നെ മടങ്ങിപ്പോകണം. അത് മറന്നുപോകാൻ സാധ്യതയുള്ള കാര്യം സമ്മതിക്കുകയില്ല ജനങ്ങൾ. വാ ഇങ്ങോട്ടോട് വാ, ഞങ്ങൾക്കൂടെ ഒന്ന് കേൾക്കണമെന്ന് പറയും. നല്ല കാര്യമല്ലേ. പക്ഷെ വിട്ടവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ നമ്മൾ പോകാണ് തകർന്നു പോകും. ഈ പറഞ്ഞ എതിരദേശത്ത് രക്ഷപ്പെട്ട പുള്ളിയെ കുരിശിന്റെ ചൂടിലുണ്ടോ? കുരിശിന്റെ ചൂടിൽ കൂടെ നിൽക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് ബന്ധിക്കോസിക്കാണോ? ഇല്ല. അവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കാൻ നല്ല ലാഭമാണെന്നേ. ഇവന് ഈ യേശുവിന്റെ പേര് പറഞ്ഞു പോയാൽ ധനവും മാനവും ജീവനും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അതെല്ലാം മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് തങ്ങി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ആധ്യാത്മികതയുടെ വളർച്ചയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അനേകരുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. മുകളിൽ തൊട്ട് താഴോട്ട്, ഞാൻ പേര് പറയുന്നില്ല. സഭയുടെ തലപ്പത്ത് നിൽക്കുന്നവർ തൊട്ട് താഴോട്ട് ഇന്ന് മാമസയേറ്റവർ വരെ ഈ കിട്ടിയ അനുഭവത്തിന്റെ അപൂർണതയിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഒരു അപകടം അതുകൊണ്ടാണ് രക്ഷാപൂർത്തിക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്ന് എബ്രായലേഖനം 11 അധ്യായം പറഞ്ഞു. ഈ ഭൂമിയിൽ രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിയാതെ കടന്നുപോയവർ അവിടെ പോയി രക്ഷാപൂർത്തിക്കായിട്ട് കാത്തിരിക്കുക. അപ്പൊ ശരീരം അങ്ങ് പോയി കിട്ടി. ശരീരത്തിലിരിക്കുമ്പോഴാണ് രക്ഷാപൂർത്തി പ്രാപിക്കാൻ ഏറ്റവും എളുപ്പം കേട്ടോ. ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലവരുടെ ശരീരം വാടക കിട്ടേണ്ടി വരും. സൗകര്യം ഉണ്ടല്ലോ, വാടക കിട്ടുള്ളൂ. നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലേ വാടകയ്ക്ക് കൊടുക്കാനുള്ളൂ. അങ്ങനെയുള്ളവർ വിരല ഉണ്ടാൻ പോലും ഇന്ന് ഈ ഭൂമിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ കഴിയും. എല്ലാ രക്ഷാപൂർത്തി പ്രാപിച്ച സർവ്വമുടക്കുകളില്ലാത്തവർ വളരെ ചുരുക്കമാണ്. അതിന് നേരമില്ലെന്ന് എല്ലാവർക്കും. ഇങ്ങനെ കിട്ടിയ അനുഗ്രഹം പറഞ്ഞുകൊണ്ട് ഓടി നടക്കുക. ആ അപകടം കൊണ്ട് രക്ഷാപൂർത്തി പ്രാപിക്കാത്ത ഒത്തിരി പേര് ഇപ്പോഴും എവിടെയുണ്ട്? പർദീസായിലുണ്ട്. അവരവിടെ ചെന്ന് അബദ്ധം പറ്റിയത് ഏതാ? ഈ ലഘുവൻ ഭാവിച്ചാൽ സൂപ്പെട്ട പോലെ ഈ ഭക്തി പ്രകടനത്തിലും സഭാജീവിതത്തിലും കിട്ടുന്ന നേട്ടങ്ങളെല്ലാം കൈവരിച്ചുകൊണ്ട് അവരങ്ങ് ഓടി നടന്നു. പക്ഷെ യേശുവിന്റെ അടുത്ത് വരാനൊരു സമയം കിട്ടിയില്ല. വ്യാപാരത്തിന്റെ വെറുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞവൻ അശ്വത്തിനായിത്തീരുന്നു. അങ്ങനെയാണ് മാലാഖ പിശാചായി. അപ്പൊ മാലാഖ പിശാചായതുപോലെ സുവിശേഷകനും പിശാചാകാൻ സാധിക്കും. അങ്ങനെ പത്രോസ് പാർട്ടയും പിശാചായി. പിശാചെന്ന് പറയേണ്ടി വന്നു. പിന്നെ പിശാചാകാതിരിക്കാൻ യേശുവിന്റെ പുറകെ നടന്നെങ്കിൽ അവസാനം പിന്നെയും അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറിപ്പോയി. ഈ ബലഹീനതയാണ് ഈ ലോകത്തിൽ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാനാണ് സ്ഥിരതയോടെ
എന്നും എവിടെ പോയാലും തിരികെ കർത്താവിൻ്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ പറയുന്നിടത്ത് പറയുമ്പോൾ മാത്രം പോവുക, എങ്കിലേ നിലനിൽക്കാനൊക്കെ. ഈ കാര്യത്തിൽ ഒരു നല്ല മാതൃക കാണിക്കുന്ന ഒരു സുവിശേഷകനാണ് 24-ാം തീയതി വരാന്ന്. ഈ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് പറയുന്നിടത്ത് മാത്രം പോവും. എവിടെ പോയാലും തിരികെ പോയി ദൈവത്തിൽ മുട്ടുകുത്തി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. കർത്താവ് പറയുമ്പോൾ എഴുന്നേൽക്കുക, പറയുന്നിടത്ത് മാത്രം പോവുക, അനുവദിക്കുന്നവർ മാത്രം വിളിക്കുക. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 24-ാം തീയതി വന്ന് നമുക്ക് ആ മാതൃക കണ്ടുപിടിക്കാം. അങ്ങനെ ഇടയ്ക്കെങ്ങും തങ്ങാൻ പാടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കർത്താവിൻ്റെ കല്യാണം മണ്ഡപത്തിലെത്തണം. അതിനു മുമ്പ് എങ്ങും തങ്ങരുത്, തങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. മാതാവ് ഈ കിട്ടിയ യേശുവിനെ 2-3 ദിവസത്തേക്ക് മാത്രമേ കയ്യിൽ നിന്ന് പോയുള്ളൂ, 12-ാം വയസ്സിൽ. പിന്നെ വിട്ടിട്ടില്ല. ആ മാതാവിനെ അനുകരിച്ചുകൊണ്ട് നമുക്കും ഈ യേശുവിൻ്റെ അടുത്ത യേശുവിൻ്റെ മണവറയിൽ എത്തുന്നവരെ ഞാൻ എങ്ങും തങ്ങുകയില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കുന്നവർക്ക് എഴുന്നേൽക്കാം. മാതാവിൽ നിന്ന് ആ കൃപ നമുക്ക് ഏറ്റുവാങ്ങാനും പ്രാർത്ഥിക്കാം.